അടുത്തൊക്കെ വരും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടർ ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കൗൺസിൽ ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബില്ലുണ്ട്. വീട്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തു വന്ന ഉടനെ തന്നെ. പിന്നെ നമ്മുടെ ഇസ്രായേലിൽ നിന്ന് കാനായിൽ നിന്ന് മേടിച്ച വൈൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. ഇതെല്ലാം ഇൻക്ലൂഡായിട്ട് വരും. ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചാണ്. പിന്നെ നമ്മൾ സ്ഥിരം ആഹാരമായ ബ്രെഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. നമസ്കാരം, കൈപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ഞാൻ താമസിക്കുന്ന ഒരു ഹോം ടൂറാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണിക്കുക. ഞാനിപ്പം താമസിക്കുന്നത് UK-ലാണ്. UK-ൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാം. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു ടെറസ്ഡ് ഹൗസാണ്. ഇവിടെ ഒരു 10-15 ടൈപ്പ് ഓഫ് വീടുകളുണ്ട്. അപ്പോൾ അതിൽ ടെറസ്ഡ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ റെൻറ്റുകൾക്ക് വ്യത്യാസം വരും. പിന്നെ ഓരോ ഏരിയയിൽ വരുമ്പോൾ റെൻറ്റുകൾക്ക് വ്യത്യാസം വരും. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ റെൻറ്റും അത്യാവശ്യം കൂടുതലാണ്. വീഡിയോ ഏറ്റവും അവസാനം പറയാം എത്ര റെൻറ്റും കാര്യങ്ങളെന്നുള്ളതും എങ്ങനെ ഞാനിത് മാനേജ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണിത്. അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കാറൊക്കെ ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്ന് ഇതിൽ നമുക്കിവിടെ വേസ്റ്റ് വെക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പച്ചയാണ്, ഇത് ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പച്ച. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരും. ഒരു പ്രാവശ്യം ഇത് വരുവാണെങ്കിൽ അടുത്ത ആഴ്ച അത് വരും, ബ്രൗൺ വരും. അതിനകത്ത് നമ്മുടെ വേസ്റ്റ് വരുന്ന ബൈൻഡും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ഗാർഡൻ്റെ വേസ്റ്റും ഒക്കെ ഇടുന്നതാണ്. അതിൽ സെപ്പറേറ്റ് ഇടണം, ഇല്ലെങ്കിൽ നമുക്ക് അവരത് എടുത്തോണ്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം, നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ഉള്ളിലേക്ക് കയറിയാണ്. മുകളിൽ കാണുന്ന സോളാർ ഈ വീട്ടിലെയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് കറണ്ട് ചാർജൊക്കെ കുറഞ്ഞ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. ഒരു 2 നില വീടാണ്. ഫ്രണ്ടിൽ കാണുന്ന 2 ഡബിൾ ഡോറാണ്. ഒരു ഡോർ തുറന്നു, അടുത്ത ഡോർ തുറന്നു വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അത് ഡബിൾ ഡോറുള്ളത് ഒരു കണക്കിന് നല്ലതാണ്. ഒരു സെക്യൂരിറ്റി കൂടെ കൂടുതലായിരിക്കും. അപ്പം ഈ വീട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. അതൊരു ലാഭമായിട്ട് തന്നെ കാണാം. ഒരു തുടക്കക്കാർ കൂടെ വന്ന് വീട് എടുക്കുമ്പോൾ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫുള്ളി ഫർണിഷ്ഡ് വീട്. അപ്പോൾ നമുക്ക് ഒരു സോഫ ഉണ്ടായിരുന്നു, അത്യാവശ്യം വേണ്ട ചെയർ കാര്യങ്ങൾ, കബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മേടിക്കേണ്ട പൈസ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. സേവിങ് അല്ല, നമുക്ക് കുറച്ച് ഒരു ടൈറ്റ് മാറി കിട്ടി. പിന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോകുമ്പോൾ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്റ്റോർ റൂമുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം കബോർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അടുക്കളയ്ക്ക്. അടുക്കള നല്ല അത്യാവശ്യം നമുക്ക് നിന്ന് പെരുമാറാൻ 2-3 പേർക്കൊക്കെ നിന്ന് പെരുമാറാനുള്ള അടിപൊളി ഒരു അടുക്കളയാണ്. കബോർഡ്സും അതുപോലെ നമുക്കൊരു ടേബിൾ അതിന് അടുക്കളയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, ഡബിൾ ഡോറിൻ്റെ വലിയൊരു ഫ്രിഡ്ജുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഇൻക്ലൂഡാണ്. ഫുള്ളി ഫർണിഷ്ഡ് എന്ന് പറയുമ്പം ഇതെല്ലാം ഇൻക്ലൂഡായിട്ട് വരും. ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചാണ്. പിന്നെ നമ്മൾ സ്ഥിരം ആഹാരമായ ബ്രെഡ് കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഈ വീടിൻ്റെ അടുക്കള അത്യാവശ്യം സംഭവം തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടുക്കളയാണ്. അടുക്കളയിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും ബാക്കിയുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ ഇലക്ട്രിക് സ്റ്റൗ അല്ല, ഗ്യാസിൻ്റെ സ്റ്റൗവാണ്. ഇവിടെ 2 രീതിയിലുള്ള സ്റ്റൗകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇലക്ട്രിക്കും ഗ്യാസും. പിന്നെ എല്ലാ റൂമുകളിലും അടുക്കളയിലും എല്ലായിടവും നമ്മൾ ഹീറ്റർ കാണാം. പിന്നെ അത്യാവശ്യം ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വന്ന ദിവസം തന്നെ ഞങ്ങളൊന്ന് പാല് കാച്ചി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറിയത്. ഇനി വീടിൻ്റെ പുറത്തുവശം നമ്മൊന്ന് നോക്കാം. വീടിൻ്റെ പുറത്തുവശം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടാനുള്ള അയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു സ്റ്റോറേജ് റൂമുണ്ട് അവിടെ. നമുക്ക് അത്യാവശ്യം പെട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കാം. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവരെ ബാക്കിലോട്ട് നിർത്തി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ബാക്ക് യാർഡെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലോട്ട് നമ്മുടെ ഫ്രണ്ട് ഡോറ് കഴിഞ്ഞ്
തൊട്ട് നേരെയാണ് സ്റ്റെയർ ഉള്ളത്. അതിൽ നേരെ കയറിപ്പോയാൽ മതി. തൊട്ട് ഫ്രണ്ടിൽ നമ്മൾ പുറത്ത് തണുപ്പൊക്കെ അല്ലേ, ഇപ്പം ഇതൊക്കെ തൂക്കിയിടാനുള്ളൊരു ക്ലിപ്പൊക്കെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ മുകളിലോട്ട് പോവാണ്. അത്യാവശ്യം ഇടുങ്ങിയ ചില വീടുകളിൽ ഇതിലും ഇടുങ്ങിയ സ്റ്റെപ്പുകളായിരിക്കും. അപ്പം സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം പണി കിട്ടാം. പിന്നെ ഭിത്തികളിലൊക്കെ ഈ വാൾപേപ്പറാണ്. തറകളിൽ മിക്ക സ്ഥലങ്ങളിലും ഈ കയറ്റുപായിട്ട് സെറ്റാക്കിയിട്ടൊക്കെ എല്ലാ റൂമുകളിലും അല്ല അങ്ങനെ തന്നെയാണ്. ഇതാണൊരു കുഞ്ഞു റൂമാണ്. ഇതിൻ്റെ തൊട്ടടുത്തിട്ടാണ് ബോയിലർ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ക്യാമറ വ്ളോഗ് സെറ്റപ്പിൻ്റെ ആക്സസറീസും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തു വന്നുടനെ തന്നെ. പിന്നെ നമ്മുടെ ഇസ്രായേലിൽ നിന്ന് കാനയിൽ നിന്ന് മേടിച്ച വൈൻ കൊണ്ടുവിടെ വെച്ചിട്ടുണ്ട്, തീർന്നിട്ടില്ല. പിന്നെ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മ തരുന്നൊരു ബുക്കാണ്. ഇസ്രായേലിൽ നമ്മൾ ടൂറൊക്കെ വിട്ടുന്ന സമയത്ത് അപ്പോൾ കുറേ ആൾക്കാരുടെ മെമ്മറീസ് നമ്മുടെ നാട്ടിലുള്ള അനുഭവങ്ങളൊക്കെ എഴുതി തന്ന ബുക്കാണ്. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ കൊച്ചിൻ്റെ മാമോസിയുടെ ആൽബം. നമുക്കിവിടെ നിന്നും അത്യാവശ്യം ഒരു വ്യൂ ഉണ്ട്. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് കയറാം. ടോട്ടൽ 3 റൂമാണുള്ളത് ഈ വീട്ടിന്. 2 അത്യാവശ്യം വലിപ്പമുള്ള റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ റൂമും. ഇവിടെ ഒരു ഡബിൾ ബെഡൊക്കെ ഇടാൻ പറ്റുന്ന റൂമാണ്. അതുപോലെ തന്നെ ഒരു കബോർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് തന്നെ ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടികളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഞാൻ വിചാരിച്ച ആദ്യം ഒരു ബാത്റൂമാണ്. ബാത്റൂം ഇവിടെ ഒന്നേ ഉള്ളൂ. അതൊരു പോരായ്മയാണ്. മിക്ക വീടുകളിലും ഉള്ളത് ഒരു ബാത്റൂമായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ഈ റെൻറ്റ് നോക്കാൻ പോകുമ്പോൾ. ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു മൂന്നാമത്തെ റൂം. ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് റോഡ് പോകുന്ന വഴിയാണ്. എപ്പോഴും തിരക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. രാത്രിയിലൊന്നും വലിയ പ്രശ്നമില്ല. സൗണ്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, സൈലൻ്റാണ്. എല്ലാ റൂമിലും നമുക്ക് നമ്മുടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാണ് വലിയ ആശ്വാസമാണ്, സാധനങ്ങളൊക്കെ വെക്കാമല്ലോ. ഇത് നമ്മുടെ ടോയ്ലറ്റാണ്. യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇറങ്ങി നിന്ന് വേണം കുളിക്കാൻ. അതൊരു റിസ്ക്കാണ്. മിക്ക വീടുകളിലും ഒറ്റ ബാത്റൂമാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വാടക എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപ വരും. 1000 രൂപ അല്ല, 1000 പൗണ്ട്. നാട്ടിൽ ഏകദേശം ഒരു 95-1 ലക്ഷം രൂപ ഒക്കെ വരും, അടുത്തൊക്കെ വരും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടർ ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കൗൺസിൽ ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബില്ലുണ്ട്, വെള്ളത്തിൻ്റെ പൈസയുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1300, 1350, 1400 പൗണ്ടോളം നമുക്ക് ഒരു മാസം ഈ വീടിൻ്റെ പുറത്തും ചിലവാണ്. ഫുഡ് വേറെ. ഇപ്പം ഞാനിതെങ്ങനെ മാനേജ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്ന സമയങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട് അന്വേഷിച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ 1-2 പേരെ ഷെയറായിട്ട് അപ്പാർട്ട്മെൻറ്റ് 1-2 മാസത്തേക്ക് കൂടെ കൂട്ടി. വൈഫൊക്കെ വരുമ്പോൾ വൈഫൊക്കെ ജോലി ചെയ്ത് വരുമ്പോൾ ഒരാളുടെ സാലറി എന്തായാലും ഇവിടെ ഈ ഒരു കാര്യത്തിൽ ചിലവാണ്. അപ്പോൾ അതുവരെ ഒരു ആശ്വാസത്തിന് എനിക്ക് കൂടെ 2 കമ്പനികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് കൈപ്പൻസ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.